അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജാറ വ്യവസായ കേന്ദ്രങ്ങൾ കേരളത്തിന്റെ അകത്തും പുറത്തുമായി നിരവധിയുണ്ട്. അവിടേക്കൊക്കെ പുരോഹിതന്മാരുടെ നേതൃത്വത്തിലും അല്ലാതെയുമൊക്കെ നിരവധി ആളുകൾ പോകുന്നു. സിയാറത്ത് എന്ന പേര് പറഞ്ഞ് ടൂർ അടിക്കുകയാണ്. അവിടെ പോയി ആ മഹാനോട് പ്രയാസങ്ങൾ, വേവലാതികൾ, ആവലാതികൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ പറയുകയാണ്, പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട്. അവിടെ ആ മഹാനോട് വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അവരുടെ സഹായം തേടി കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ഉത്തരം കിട്ടുമെന്നൊക്കെ പുരോഹിതന്മാർ പറയുന്നു. അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉത്തരം കിട്ടാൻ സാധ്യത മഹാന്മാരോട് തേടിയാൽ എന്ന് വരെയും പുരോഹിതന്മാർ പറഞ്ഞു വെച്ചു, എഴുതി വെച്ചു. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബിലീസിന്റെ പ്രമേയമാണ് എന്ന് വരെ പുരോഹിതന്മാർ പറഞ്ഞു. അങ്ങനെ പുരോഹിതന്മാർ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കാൻ വേണ്ടി ഇത്തരം ജാറ വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് പാവപ്പെട്ടവനെ കൊണ്ടുപോയി അവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന രംഗം നമുക്കറിയാം. എന്നാൽ ഒരു പുരോഹിതന്റെ ഒരു വീഡിയോ കാണാനിടയായി. അതിൽ ജാറ വ്യവസായ കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതിനപ്പുറം ആ കവറിൽ കിടക്കുന്ന ആൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യുന്ന രംഗം, അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് പുരോഹിതൻ സംസാരിക്കുന്നത്. വന്നപ്പം ഒരു പോരായ്മ ആയിട്ടാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആൾക്കാർ ഇങ്ങനെ പല ഭാഗത്തും ഇങ്ങനെ സുജൂദ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇപ്പൊ മുജാഹിദീങ്ങള് കമന്റ് ബോക്സിൽ എഴുതാൻ നിൽക്കുന്നുണ്ടാവും. അതന്നെയല്ല മൊയ്ലിയർ ഞങ്ങൾ കുറെ കാലമായിട്ട് പറഞ്ഞത്. സഹോദരങ്ങളെ, ഇവന്റെയൊക്കെ മാനസികാവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. സുജൂദ് മഹാന്മാരുടെ മുന്നിൽ നടത്തുന്നതിനെ അദ്ദേഹം വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ. പിന്നെ മുജാഹിദുകൾ ഇതല്ലേ പറയുന്നത്. മുജാഹിദുകൾ അന്നും ഇന്നും എന്നും ഇത് തന്നെയാണ് പറയുന്നത്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. അള്ളാഹു അല്ലാത്ത ഒരു മഹ്ലൂക്കിന്റെ മുന്നിലും സുജൂദ് ചെയ്യാൻ വേണ്ടി പാടില്ല. അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഒന്നും തന്നെ ഒരു മഹാന്റെ മുന്നിലും സമർപ്പിക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ മുജാഹിദുകൾ അന്നും ഇന്നും എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഇവിടെ ഈ പുരോഹിതന്റെ ന്യായീകരണം അത് അങ്ങനെയല്ല എന്നൊക്കെ പറയാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഒരു തരികിടയാണ് ഇനി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. എന്നാൽ അത് സുജൂദല്ല. സുജൂദ് ചെയ്യണമെങ്കിൽ മിനിമം എന്ത് ചെയ്യണം? ഒളു എടുക്കണം. സുജൂദ് ചെയ്യണമെങ്കിൽ തക്ബീർ ഇടണം. ശുക്റിന്റെ സുജൂദാണെങ്കിൽ പോലും കിബിലക്ക് മുന്നിടണം. ഇവിടെ മക്കാമിന്റെ പല ഭാഗത്തു നിന്നിട്ട് സുജൂദ് എന്ന് പറയില്ല. ഷർത്തുകളെയും പറഞ്ഞല്ലോ. ഈ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താവുള്ളൂ? സുജൂദിന്റെ സ്ഥാനത്താവുള്ളൂ. കേട്ടില്ലേ? ഏതുപോലെ എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊന്നും അല്ല ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാന്മാരുടെ ഇസ്തിഗാസ എന്ന ഓമന പേരിട്ടുകൊണ്ട് ഇവർ നടത്തുന്ന പ്രാർത്ഥന തന്നെയാണ്. അത് യഥാർത്ഥ പ്രാർത്ഥനയാകണമെങ്കിൽ എന്ത് വേണം? ഇലാഹാണെന്ന വിശ്വാസം അവിടെ ഉണ്ടാകണം. ഇലാഹാണെന്ന വിശ്വാസത്തോടെ തേടിക്കഴിഞ്ഞാൽ മാത്രമേ അത് പ്രാർത്ഥനയാകൂ. അങ്ങനെ ആകുമ്പോൾ മാത്രമേ അത് ഷിർക്കാകൂ എന്നുള്ള ന്യായമാണ് പുരോഹിതന്മാർ പറയാറുള്ളത്. അതേ ഒരു ലാഘവത്തോടെ തന്നെയാണ് ഇവിടെ ഈ പുരോഹിതനും സംസാരിക്കുന്നത്. സുജൂദാകണമെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ വേണം, എന്നാൽ മാത്രമേ അത് സുജൂദാകൂ, അല്ലാത്തത് സുജൂദാകില്ല എന്നൊക്കെയാണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത് സുജൂദാണ് എന്നുള്ള പറഞ്ഞ പറച്ചിലുണ്ടല്ലോ, ആ വാക്കുകൾ എന്താണ്? വിരുദ്ധമാണ്. ഒരിക്കലും ആ പ്രയോഗിക്കാൻ പാടില്ല. നമ്മളെ ആൾക്കാരെന്നെ വന്നിട്ട് നമുക്ക് തോന്നും ഇത് സുജൂദ് ചെയ്യാണോ? ഞാൻ 2016 ആദ്യമായിട്ട് അജ്മീറിൽ വന്നപ്പോ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇവിടെ ആൾക്കാരെന്താണ് മുല്ലപ്പൂ വെറ്റ്, റോസാപ്പൂ വെറ്റ് ഇങ്ങനെ വരുന്നേ. ഇപ്പോ ഈ പുരോഹിതനും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ സംശയമൊക്കെ തീർന്നിട്ടാണ് അദ്ദേഹം ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത്. എന്നിട്ട് നമ്മൾ വീഡിയോ കാണുന്നുണ്ടല്ലോ, അതിൽ കൃത്യമായി സുജൂദ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞിട്ട് പല ആളുകൾക്കും മുസ്ലിയാരെ ന്യായീകരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോയുടെ അവസാനം വരെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആളുകൾ തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പൊ ഞാൻ പ്രിയപ്പെട്ട എന്റെ ഉസ്താദിനോട് ചോദിച്ചപ്പോൾ പറയാണ്, അജ്മീർ തങ്ങള് ആ കാലഘട്ടത്തിലും ഇന്നും ഇന്ത്യയുടെ സുൽത്താനാണ്, രാജാവാണ്. അപ്പൊ അവര് തോട്ടത്തിലൊക്കെ ഉണ്ടാവുന്ന മുല്ലപ്പൂവും തോട്ടങ്ങളും പൂവുകളെറ്റി വരികയാണ്. അല്ലാതെ വെറുതെ ഒരാടത്തേക്ക് വരില്ല, രാജാവിന്റെ മുമ്പിലേക്ക് വരുന്നത്. അപ്പൊ രാജാവിനോടുള്ള സ്നേഹം കൊണ്ട്, രാജാവിനോടുള്ള ബഹുമാനം കൊണ്ട്, ബഹുമാനത്തിനപ്പുറം ഒരു മഹബത്ത് കൊണ്ട് അവർ കാൽക്കൽ തൊയ്യാണ്. അപ്പോ കാൽക്കൽ തൊഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തൊഴാൻ പറ്റുമോ? ഒരു മഹാന്റെ കാലിൽ പോയി കാല് പിടിച്ചോ അല്ലാതെയോ തൊഴാൻ വേണ്ടി പറ്റുമോ? തൊഴുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വിഗ്രഹത്തിന്റെ മുന്നിൽ മറ്റു മതസ്ഥരൊക്കെ ചെയ്യുന്ന ആ ഒരു പരിപാടി ഈ പറയുന്ന ജാറത്തിൽ പോയി, മഖാമിൽ പോയി ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് ന്യായീകരിക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്ന അജ്മീർ ഷെയ്ഖാണ് എന്നാണ് പുരോഹിതൻ ഇവിടെ പറയുന്നത്. ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയാണ്, പക്ഷെ ഇവർ പറയുന്നത് അജ്മീർ ഷെയ്ഖാണ് എന്നാണ്. എന്നാൽ ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. മുമ്പ് അജ്മീർ ഷെയ്ഖ് ആണെങ്കിൽ ഇപ്പോൾ ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാരാണെന്ന്, UK മജീദ് മുസ്ലിയാരാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമസ്ത കുബൂരി പുരോഹിതന്മാർ ഈ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെ എങ്ങോട്ടാണ്
തെളിച്ചു കൊണ്ടുപോകുന്നത് എന്നാണ്. അദ്ദേഹം ഇവിടെ ന്യായം പറഞ്ഞത് സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ സുജൂദാകുകയുള്ളൂ. അതല്ലാത്തതിനൊന്നും സുജൂദ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇവിടെ രാജാവിന്റെ കാല് പിടിച്ച് തൊഴുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ആ നേരത്തെ കണ്ട രംഗങ്ങളൊക്കെ എന്ന രൂപത്തിലാണ് ഇവിടെ പുരോഹിതൻ പറഞ്ഞു വെക്കുന്നത്. പ്രാർത്ഥനയുടെ വിഷയത്തിലും ഈ രൂപത്തിൽ തന്നെയാണല്ലോ അവർ പറഞ്ഞത്. ഇത്തരം പിഴച്ച വാദങ്ങൾക്ക് പല ന്യായീകരണങ്ങളും പറയുന്നതിനപ്പുറം പല തെളിവുകളുമായി ഇവര് പലതും പറയാറുണ്ട്. നബിദിനമാഘോഷത്തിന് തെളിവ് പറയുന്നത് പോലെ, ഇസ്തിഗാസാവാദത്തിന്റെ തെളിവ് പറയുന്നത് പോലെ, മരിച്ച വീട്ടിൽ യാസീൻ ഓതുന്നതിന്റെ തെളിവ് പറയുന്നത് പോലെ, അവിടെ കണ്ണോക്കും ദ്വാരപ്പിക്കലും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യുമ്പോൾ അതിന് ന്യായീകരണം പറയുന്നത് പോലെ, ബുർദാ മജ്ലിസിന് ന്യായീകരണം പറയുന്നത് പോലെ, അങ്ങനെയുള്ള പല പുരോഹിതന്മാരെ വകയുണ്ടാക്കിയ ദീനിന്റെ പേരിൽ കടത്തിക്കൂട്ടിയ പലതിനും അവർ കണ്ടെത്തുന്ന ന്യായീകരണം പോലെ ഒരു ബന്ധവുമില്ലാത്ത ചില ന്യായീകരണവുമായാണ് പുരോഹിതൻ അടുത്തതായി സംസാരിക്കുന്നത്. നമുക്ക് അതും കൂടി കേൾക്കാം. അല്ലാതെ നമ്മൾ ചിത്രീകരിക്കുന്ന രീതിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങള് ഞാൻ റസൂലുള്ളാഹി ഇല്ലാത്ത മദീന ഇല്ല എന്ന് പറഞ്ഞിട്ട് പോവാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിന്റെ റസൂലുള്ളാഹിനെ വിട്ടിട്ട് ഞാൻ എവിടേക്കും പോവില്ല എന്ന് പറഞ്ഞത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു തോട്ടത്തിൽ പണിയെടുത്തിരിക്കുമ്പോ മോം എന്ന് കണ്ട് പറയാണ്, ഉപ്പ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടുണ്ട്. ഉടനെ കൈ ഇങ്ങനെ മേപ്പോട്ട് ഉയർത്തിയിട്ട് തോരുന്നില്ലേ, പടച്ചോനെ നിന്റെ രണ്ട് കണ്ണും റസൂലുള്ളാഹിനെ കാണാത്ത ഈ കണ്ണ് എനിക്ക് വേണ്ട എന്നതായിരുന്നു അബ്ദുല്ലാ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചില്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അബ്ദുല്ലാ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ദ്വാരക്കാൻ പാടുണ്ട. അള്ളാഹുവിന്റെ രണ്ട് കൈ ഇല്ലാതാക്കണേ. കൈ പറഞ്ഞിട്ട് നിസ്കരിത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അവയവല്ലേ, അതിലാക്കാൻ വേണ്ടിയിട്ട് ദ്വാരക്കാൻ പാടുണ്ട. പക്ഷെ അത് എന്താണ്? ഇഷ്കാണ്, മഹബത്താണ്. അത് അദ്ദേഹത്തിലൂടെ അള്ളയെ കിട്ടിയ ഒരു സ്നേഹമാണ്. അപ്പൊ അതല്ലാത്ത സുജൂദല്ല എന്നുള്ള പ്രിയപ്പെട്ട മുജുക്കുട്ടന്മാരോട് ദയവ് ചെയ്തിട്ട് പറയാണ്. സഹോദരങ്ങളെ, എന്തൊരു അവസ്ഥയാണിത്! പ്രവാചകന്റെ സഹാബാക്കൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെയാണ് ഈ ജാറത്തിൽ പോയി സുജൂദ് ചെയ്യുന്നതിന് മുസ്ലിയാർ കണ്ടെത്തിയ ന്യായങ്ങൾ. അവിടെ പോയി ഇന്ത്യ ഭരിക്കുന്ന രാജാവായ അജ്മീർ ഖാജയുടെ കാലിൽ പിടിച്ച് അവർ തൗകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ന്യായീകരണം കണ്ടെത്താൻ വേണ്ടി പുരോഹിതൻ സഹാബാക്കളെയൊക്കെയാണ് കൂട്ടുപിടിക്കുന്നത്. ഈ പുരോഹിതൻ ന്യായീകരിക്കുന്ന സംഭവവും ഈ സഹാബാക്കളുമായി എന്ത് ബന്ധമാണ് ഇതിനുള്ളത്? ഒരു ബന്ധവുമില്ല. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെ കബളിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ്. അവിടെ കബറിങ്കിൽ പോയി നടക്കുന്നത് സുജൂദ് തന്നെയാണ്. ഇയാൾ പറയുന്നത് പോലെ ആയാൽ പോലും തെറ്റാണ്. പക്ഷെ അവിടെ നടക്കുന്നത് സുജൂദ് തന്നെയാണ്. അതിന്റെ രംഗം നമുക്ക് ഒന്നുകൂടെ കാണാം. സഹോദരങ്ങളെ, സ്ക്രീനിൽ കാണുന്നില്ലേ? വളരെ കൃത്യമായി അവിടെ സുജൂദ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അതല്ലാതെയും നിരവധി രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പല വീഡിയോകളും. ഞാൻ വീഡിയോ ലെങ്ത് കൂടണ്ട എന്നത് കൊണ്ടാണ് അതൊന്നും കാണിക്കാത്ത, എല്ലാവരും കണ്ടതാണ്. ഇതിനെതിരെ വളരെ കൃത്യമായി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സംസാരിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാം. കൃത്യമായി ഈ പറയപ്പെടുന്ന സ്ഥലത്തിന്റെ ഒക്കെ പേരുകൾ പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആധുനിക വഹാബിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒറിജിനൽ സമസ്തക്കാരനായ കുരുവട്ടൂർ നൗഷാദൊക്കെ രംഗത്ത് വന്നത് നമുക്കറിയാം. പല വിഷയങ്ങളിലും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് പല മാറ്റങ്ങളും ഉണ്ട്. അല്ലാഹുവിനല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല, അത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, വിവരമില്ലാത്ത ചിലര് അജ്മീറിൽ പോയി സുജൂദ് ചെയ്യുന്നവരുണ്ട്, ഡൽഹിയിൽ പോയിട്ട് അതാ നിസാമുദ്ദീൻ തങ്ങൾക്ക് സുജൂദ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ വേറെ പല സ്ഥലത്തും സുജൂദ് ചെയ്യുന്നവരുണ്ട്. പച്ച ഹറാമാണ്, കടുത്ത തെറ്റാണ്. സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അതെന്നും പറഞ്ഞതാണ്, അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ്. വസുജൂദുൽ ജഹലത്തി ബൈന യദൈ മശായിഖിഹിം ഹറാം. ശൈഖന്മാരുടെ മുമ്പിൽ സുജൂദ് പച്ച ഹറാമാണ്. റുബ്ബമാ യുഅദ്ദി ഇലൽ കുഫ്രി, അത് ചിലപ്പോൾ അവിശ്വാസത്തിലേക്ക് തന്നെ കൂട്ടുന്നതാണ്. ഫതുഹുൽ മുഈൻ അടക്കം സർവ്വ കിതാബിലുമുണ്ട്. ഒരു വിവരവുമില്ലാത്തവർ മഹാന്മാരെ ഖബറിങ്കിലും മഹാന്മാരെ മുന്നിലുമൊക്കെ സുജൂദ് ചെയ്യുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്നവർ, അവർക്കെതിരെ നമ്മുടെ പണ്ഡിതന്മാരെന്നും ശബ്ദിക്കുന്നവരാണ്. ഇവരുടെ പണ്ഡിതന്മാരൊക്കെ ശബ്ദിക്കുന്നവരാണ് എന്നൊക്കെയാണ് പറയുന്നത്. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പുരോഹിതൻ തന്നെയാണ് നേരത്തെ ആ ന്യായീകരണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ഈ സഹോദരങ്ങളെ, ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അലവി സഖാഫിയോടുള്ള ഒരു ചോദ്യത്തിന് അലവി സഖാഫി കൊടുക്കുന്ന മറുപടി കേൾക്കാം. ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അള്ളാഹു തആലാക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അത് അഖീദയുടെ വീക്ഷണത്തിൽ അത് ശിർക്കാവുകയില്ല എന്ന് തന്നെയാണ് ഉസ്താദ് പറയുന്നത്. അവൻ കാഫിറാണെന്ന് ഹുക്മു ചെയ്യപ്പെടും. കേട്ടില്ലേ? കൃത്യമാണല്ലോ, വ്യക്തമാണല്ലോ.
ഇനി പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ മറ്റൊരു ക്ലിപ്പും കൂടി നമുക്ക് കേൾക്കാം. വർക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സക്കാഫി പറഞ്ഞാലും ആ സക്കാഫി വഴച്ചു നിൽക്കല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു എത്ര സക്കാഫി, ഒരു സക്കാഫി കാദിയാനിയായി. മറ്റ് രേഖകളിലേക്ക് പോകാതെ മുസ്ലിയാക്കന്മാരുടെ സംസാരം തന്നെ കാണിക്കാൻ വേണ്ടി, കാരണം ഇനിയെങ്കിലും സാധാരണക്കാർ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പല പുരോഹിതന്മാരും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ മുതലെടുത്തുകൊണ്ട് ചൂഷണം നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത്തരം പേർച്ച വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ദജ്ജാലുകളുടെ, കുബൂരികളുടെ ഷറിൽ നിന്നും അള്ളാഹു നമ്മളെയെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.